ഗൈസ് ബീഫ് കഴുകിയ വെള്ളം എടുത്തിട്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കാം. ഇങ്ങനെ ബീഫ് നന്നായിട്ട് കഴുകി വാരാം. എന്നിട്ട് അതിൻ്റെ വെള്ളമെടുത്ത് അരിച്ചെടുക്കുക. അതെടുത്തിട്ട് ഒരു ബോട്ടിലെടുക്കുക. ഇത് നമ്മൾ ഇതിനകത്തോട്ടാക്കുന്നു. അതിനുണ്ടല്ലോ അങ്ങനത്തെ ഇതിൻ്റെ വെള്ളം എടുത്ത് കഴുകി റോസിൻ്റെ കിടക്ക ഒഴിച്ചാൽ റോസാപ്പൂവിന് നല്ല കളർ കിട്ടും. ഒഴിക്കാം. റോസിൻ്റെ കിടക്ക ഇതിൽ ഒഴിച്ചു കൊടുത്താൽ റോസ് നന്നായിട്ട് തളിച്ച് വളരുകയും ചെയ്യും, പൂവിടുകയും ചെയ്യും. റോസിൻ്റെ നല്ല കളർ കിട്ടും റോസാപ്പൂവിന്. നല്ല ബീഫ് കറി ഉണ്ടാക്കാം. ഇത് വാരിയിട്ട് വരാം. വാരി കൊട്ടയിൽ വെച്ചു. ഇനി അത് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് വരാം. കറുകപ്പട്ടയും കച്ചോലം കണ്ടിടണം. പിന്നെ ഇത്തിരി മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, ഏലക്കായ, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ നന്നായിട്ട് കൂട്ടിത്തിരുന്നു. ഇറച്ചി അതിലേക്ക് കഴുകി വെള്ളം തരാൻ വെച്ചിരുന്നത് ഇതിനകത്തോട്ടിടാം. കൂട്ടിത്തിരുന്ന അതിലേക്ക് ഇതിൽ കുത്തി കുക്കറിലേക്ക് ഇടും. ഇട്ട് ലേശം വെള്ളം ഒഴിക്കുക. അടുപ്പത്തേക്ക് വെക്കാം. മൂന്ന് വിസിൽ വരുന്നേരം വയ്ക്കാം. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ എല്ലാവർക്കും വേവാത്തതാണെങ്കിൽ ഒന്നും കൂടെ അടുപ്പത്ത് വെക്കാം. 20 കൊച്ചുള്ളി, 2 സവാളയും ബീഫ് വരട്ടാണ് എനിക്ക് തരുന്നത്. ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വരട്ടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. സവാള ഇട്ടു. ചുവന്നുള്ളി ഇട്ടു. വാട്ടിയിട്ട് വരാണ്. നമ്മൾ വാടാൻ ഇതൊന്നായിട്ടില്ല. കുറച്ചുകൂടി വാട്ടിയിട്ട് കുറച്ച് ബീഫ് ഇടാം. കുറച്ച് മുളക് ചതച്ചത് മൂപ്പിക്കാൻ കിട്ടും. ഇതിനാവശ്യമുള്ള പൊടികൾ: മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, പിന്നെ കാശ്മീരി പൊടി 1 സ്പൂൺ. അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ചേർക്കാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എരിവനുസരിച്ച് അത്യാവശ്യം ഒന്നും ചേർക്കാം. കറുത്ത മസാലയൊക്കെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം. ഞാനിപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ അതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കൂടി ഇനി യോജിപ്പിച്ചിട്ട് നമുക്ക് ബീഫിടാം. പൊടി കൂടി ആഡ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം കുറച്ചിട്ടുള്ളൂ. നോക്കാം. അപ്പം അത്യാവശ്യം പാടില്ല. ബീഫിനകത്തോട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ബീഫിനകത്തോട്ടിട്ട് യോജിച്ച് ഇനി വടക്കും. അത്യാവശ്യം മസാല പൊടിച്ചത്
ഗരം മസാല ഇട്ട് കുറച്ച് അടയാണ്